കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് BJP വീണ്ടും അധികാരത്തിലെത്തിയെങ്കിലും കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിലുണ്ടായ വിജയത്തിന്റെ പ്രഭാവമൊന്നും ഇത്തവണ ഇല്ല എന്നത് BJPയെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഘടക കക്ഷികളുടെ പിന്തുണയോടെയാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയത്. അതിനാൽ തന്നെ ഓരോ തീരുമാനങ്ങളെടുക്കുമ്പോഴും ഘടക കക്ഷികളുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങേണ്ടി വരുന്ന അവസ്ഥയാണിപ്പോൾ. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളെ സ്വന്തം പാളയത്തിലെത്തിക്കുവാനും അവിടെ നിലനിർത്തുവാനും ശ്രമിക്കുന്നതിനിടയിൽ സ്വന്തം പാർട്ടിയിലെ പ്രമുഖരടക്കം മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നതും BJPക്ക് തിരിച്ചടിയാണ്. മറ്റു പാർട്ടികളിൽ നിന്ന് BJPയിൽ കുടിയേറിയവർക്ക് സ്ഥാനങ്ങളും കൂടുതൽ പരിഗണനയും കൊടുക്കുന്നത് BJPയിലെ പരമ്പരാഗത നേതാക്കൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ജമ്മു കാശ്മീർ BJP വൈസ് പ്രസിഡന്റ് പവൻ ഖജൂരിയ അടക്കം 3 പ്രധാന നേതാക്കളെ പുറത്താക്കേണ്ടി വന്നു പാർട്ടിക്ക്. 3 പേരും മത്സരരംഗത്തുണ്ട്. ഹരിയാനയിലും സ്ഥിതി വ്യത്യസ്തമല്ല. മന്ത്രിമാരായ ബിഷാംബർ സിംഗ് വാത്മീകി, രഞ്ജിത് സിംഗ് ചൌട്ടാല എന്നിവരടക്കം 20ഓളം നേതാക്കൾ BJPയിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഇന്നലെ പാർട്ടിയിൽ വന്നവർക്ക് സ്ഥാനാർത്ഥിത്വവും കൂടുതൽ പരിഗണനയും നൽകുമ്പോൾ ഇതുവരെ പാർട്ടിക്ക് വേണ്ടി ചോരനീരാക്കിയ നേതാക്കളായ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന ചോദ്യമാണ് രണ്ടിടത്തും ഉയരുന്നത്. സമീപകാലത്ത് BJPയിലെത്തിയവർക്ക് വേണ്ടിയാണ് പാരമ്പര്യമുള്ള പാർട്ടിക്കാരെ തഴയുന്നതെന്ന് ആരോപണം ഉയർത്തിയിരുന്നു. തങ്ങൾക്കെതിരായ പാർട്ടികളിൽ നിന്നും അണികളെയും നേതാക്കളെയും സ്വന്തം പാർട്ടിയിലേക്ക് എത്തിച്ച് മറ്റ് പാർട്ടികളിൽ വിള്ളലുണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്ന് അണികളും നേതാക്കളും വിട്ടുപോകുന്നത് BJPക്ക് ഗുണകരമാകില്ല എന്നാണ് വിലയിരുത്തൽ. സ്വന്തം പാർട്ടിയിൽ നിന്ന് അണികളും നേതാക്കളും വിട്ടുപോകുന്നതിനു പുറമെ കർഷക സമരവും ഗുസ്തി താരങ്ങളുടെ സമരവുമെല്ലാം BJPക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ ഉൾപ്പെടെയുണ്ടായ കനത്ത തിരിച്ചടി BJPയെ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചുവരുവാനുള്ള ശ്രമത്തിലാണ് BJP. ഇതിനിടയിലും വിമതരെ BJP അവഗണിക്കുന്നത് തിരഞ്ഞെടുപ്പിന് ശേഷം ഇവരിൽ ചിലരെയും സ്വതന്ത്രരെയും ചേർത്ത് ഭരണത്തിൽ തിരിച്ചെത്താമെന്നുള്ള പ്രതീക്ഷയിലാണ്. മുതിർന്ന നേതാവും ദലിത് വിഭാഗത്തിൽപ്പെട്ടയാളുമായ കുമാരി ഷെൽജയുടെ നേതൃത്വത്തിലുള്ള വിമത നീക്കങ്ങളിലും BJP പ്രതീക്ഷ വയ്ക്കുന്നു. കുമാരി ഷെൽജയും രൺദീപ് സിംഗ് സുർജേവാലയും BJPയിൽ ചേരുവാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്ന ഹരിയാന മുൻ മുഖ്യമന്ത്രിയായ കേന്ദ്രമന്ത്രി മനോഹർ ലാൽ ഖട്ടർ പ്രതികരിക്കുകയും ചെയ്തിരുന്നു. ഈ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും BJPക്ക് ഒരു തിരിച്ചടിയുണ്ടായാൽ ആ പ്രതിസന്ധിയെ മറികടക്കുക എന്നത് വളരെ പ്രയാസകരമായിരിക്കും. അതിനാൽ തന്നെ ഈ വരുന്ന തിരഞ്ഞെടുപ്പുകളെ BJP വളരെ ശ്രദ്ധയോടെയാണ് നോക്കിക്കാണുന്നതും തന്ത്രങ്ങൾ മെനയുന്നതും. എന്നാൽ ഈ തിരഞ്ഞെടുപ്പുകൾ ഇന്ത്യ മുന്നണിക്കും BJPക്കും ഒരു അഭിമാന പ്രശ്നം തന്നെയാണ്.